കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. മണ്ണിലും വെണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഓരോ ശിശിരത്തിലും മരങ്ങൾ ഇല പൊഴിക്കുമ്പോൾ അവ കാത്തിരിക്കുന്നത് വരാനിരിക്കുന്ന മനോഹരമായ വസന്തത്തെയാണ്. ജീവിതത്തിന്റെ മനോഹരമായ വസന്തത്തെ കാത്തിരിക്കുന്ന എല്ലാവർക്കും റേഡിയോ പ്രിയോറിലേക്ക് സ്വാഗതം. ഇന്ന് 14/12 ഞായർ 2025 റേഡിയോ പ്രിയോറുമായി നിങ്ങളുടെ മുൻപിലെത്തുന്നു 10Dയിലെ കൂട്ടുകാർ. ഞാൻ അനഘ എസ് നായർ, സൈനിങ് ഇൻ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മനുഷ്യന്റെ വിഭവ ചൂഷണം പ്രകൃതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ പരിതാപകരമായ അവസ്ഥകൾ സൃഷ്ടിക്കാറുണ്ട്. നിങ്ങൾ അരൽക്കം മരുഭൂമിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അത് കേൾക്കേണ്ട ഒരു കഥ തന്നെയാണ്. ആ കഥയുമായി അമിയ അനീഷ്. പ്രിയ കൂട്ടുകാരെ, ഞാനാണ് അരൽക്കം മരുഭൂമി. എൻ്റെ കഥ കേട്ടാൽ നിങ്ങൾക്ക് വളരെ വിചിത്രമായി തോന്നും. എന്താണെന്നല്ലേ? ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഞാനൊരു മരുഭൂമിയായിരുന്നില്ല, ഞാനൊരു തടാകമായിരുന്നു. അത്ഭുതം തോന്നുന്നല്ലേ? എന്നാൽ അതാണ് വാസ്തവം. 1960 വരെ ലോകത്തിലെ 4ാമത്തെ വലിയ തടാകമായിരുന്നു ഞാൻ. അരൽക്കടലായിരുന്നു ഞാൻ. തുർക്ക്മെനിസ്ഥാനിന്റെയും ഉസ്ബെക്കിസ്ഥാനിന്റെയും ഇടയിലായിരുന്നു എൻ്റെ സ്ഥാനം. എന്തു ഭംഗിയായിരുന്നു എന്നെ കാണാൻ! എന്നിലേക്ക് ഒഴുകിയെത്തുന്ന 2 നദികളായിരുന്നു അമുദര്യ, സിർദര്യ. ഇവരായിരുന്നു എൻ്റെ പ്രധാന ജലസ്രോതസ്സുകൾ, എൻ്റെ പ്രിയ കൂട്ടുകാരികൾ. എന്നെ ആശ്രയിച്ചായിരുന്നു ഇവിടുത്തെ പരുത്ത കൃഷിയും മത്സ്യബന്ധനവുമെല്ലാം. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയൊരു മരുഭൂമിയായെന്നറിയണ്ടേ? മനുഷ്യന്റെ അത്യാഗ്രഹം, അല്ലാതെന്താ. ലോകത്തിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദകരായി മാറാൻ വേണ്ടി എൻ്റെ ജീവനാദികളായ നദികളെ പരുത്തിത്തോട്ടങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. അങ്ങനെ ഞാൻ വറ്റി വരളാൻ തുടങ്ങി. എൻ്റെ നീരൊഴുക്ക് കുറഞ്ഞു. അതുമാത്രമായിരുന്നില്ല അവർ എന്നോട് ചെയ്ത ക്രൂരത. അറിയണോ നിങ്ങൾക്ക്? പരുത്തി വിളവ് വർദ്ധിപ്പിക്കാനായി നടത്തിയ അമിത കീടനാശിനി പ്രയോഗം എൻ്റെ ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചു. അങ്ങനെ അരൽക്കടലായിരുന്ന ഞാൻ അരൽക്കം എന്ന മരുഭൂമിയായി മാറി. പ്രിയ കൂട്ടുകാരെ, അമിത വിഭവ ചൂഷണത്തിന്റെ ഇരയായ ഞാൻ ഇന്ന് ലോകത്തിന്റെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമാണ്. മനുഷ്യരുടെ അമിത വിഭവ ചൂഷണം നിർത്തിയെങ്കിൽ മാത്രമേ ഈ പരിസ്ഥിതി രക്ഷപ്പെടുകയുള്ളൂ. എന്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ വേണം ഈ ലോകത്തെ രക്ഷിക്കാൻ, പടുത്തുയർത്താൻ. ചെയ്യില്ലേ ഞങ്ങൾക്ക് വേണ്ടി? ഞാനൊരു പാട്ടുപാടാം, കുന്നുമണി വീണമിട്ടാം. ഇതാ മനോഹരമായൊരു ഗാനവുമായി ആദിത്യ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യകായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ
എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. അഗ്നിസാക്ഷിയായി നിലത്താലി ചാർത്തിയിൻ ആദ്യാനുരാഗം ധന്യമാകും. മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. നാലാളറിയെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളറിയെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി ഉളിരല ഇളകും നിലവിൽ അമ്പലപ്പുഴை ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. ഈറനോട് എന്നും കൈവണങ്ങുമെൻ നിർമ്മല പുണ്യം പകർന്നു തരാം. ഏറെ ജന്മമായി ഞാൻ നോമ്പു നോൽക്കുമെൻ കൈവല്യമെല്ലാം കാഴ്ചവയ്ക്കാം. വേളി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ ചേർന്നു നിൽക്കാം. വേളി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ ചേർന്നു നിൽക്കാം. തുളസീതളമായി തിരുമലരടകിൽ വീണെന്നമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നുവോ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഓരോ മനുഷ്യനും അവൻ്റേതായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നു ഏഞ്ചൽ മരിയ. എല്ലാ വർഷവും ഡിസംബർ 10 ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നു. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. 1950 മുതലാണ് മനുഷ്യാവകാശ ദിനത്തിൻ്റെ ഔപചാരിക തുടക്കം. 2025 മനുഷ്യാവകാശ ദിനാചരണത്തിൻ്റെ 75-ാം വാർഷികമാണ്. എല്ലാ മനുഷ്യരും സ്വതന്ത്രരും അന്തസ്സിലും അവകാശങ്ങളിലും തുല്യമായാണ് ജനിക്കുന്നത് എന്നതാണ് മനുഷ്യാവകാശ ദിനത്തിൻ്റെ മുദ്രാവാക്യം. ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകൾക്കും ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയവയെല്ലാം ഉറപ്പുവരുത്തുന്നതിന് മനുഷ്യാവകാശ ദിനം വലിയ പങ്ക് വഹിക്കുന്നു. പ്രകൃതിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് ഊർജ സംരക്ഷണം വളരെ അത്യാവശ്യമാണ്. അതിനാൽ ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. എനർജി കൺസർവേഷനെ കുറിച്ച് ഇതാ ഏഞ്ചലീന മേരി. December 14, National Energy Conservation Day. Now I want to say a few about importance of energy conservation. It helps protect the environment by reducing pollution and greenhouse gas emission, preserves natural resources like fossil fuels, and saves money for individuals, business and countries. By using energy more efficiently, we can lower our energy consumption, reduce strain on resources, and create a more sustainable future. Students can contribute to energy conservation through daily habits like turning off lights, unplugging electronics, and conserving water, as well as by raising awareness, participating conservation activities, and influencing their families. Through this activity, we can make a sustainable future. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഡിസംബർ 11 ലോക പർവ്വത ദിനം. നമ്മുടെ ഇന്ത്യയെ കാത്തുകൊണ്ട് മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ഹിമാലയം, മഞ്ഞിന്റെ വീട്. പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ SK പൊറ്റക്കാടിന്റെ ഹിമാലയ സാമ്രാജ്യത്തിൽ എന്ന യാത്രാ വിവരണത്തിന്റെ ചെറുഭാഗവുമായി എത്തുന്നു അന്ന സാൽവിയ. കുബേരശിലയിൽ നിന്ന് ഒരാശ്വാസ നെടുവീർപ്പ് പോലെ വാഹനം പെട്ടെന്ന് കീഴ്പോട്ട് സഞ്ചരിച്ചു.
11:30 മണിക്ക് ഞങ്ങൾ ബദരിയിൽ എത്തിച്ചേർന്നു. അളകനന്ദിയുടെ കരയിലെ വിശാലമായ മൈതാനത്തിലെ സാമാന്യം ഉയർന്ന ഒരു പുൽമേടിന് താഴെ ട്രക്ക് നിർത്തി. അതിന്റെ മുതയിൽ ഒറ്റപ്പെട്ട ഒരു ഗുദാം ചൂണ്ടിക്കാട്ടി ജക്കാട്ടെ പറഞ്ഞു, അലൂമിനിയം ക്യാമ്പ്. ഉച്ചവെയിലത്ത് വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്ന ആ കൂടും ഒരു ഗുദാമല്ല, പാർപ്പിടമാണ് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങളെ അലൂമിനിയം ക്യാമ്പിൽ കൊണ്ടുചെന്ന് വിട്ടുതരാനേ ജക്കാട്ടയ്ക്ക് മേലധികാരികളിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ട്രക്കിൽ നിന്ന് താഴെ പുൽമൈതാനത്തിൽ ഇറക്കി വെച്ച് ഞങ്ങളോട് തൽക്കാലം യാത്രയും പറഞ്ഞ് ജക്കാട്ടയെക്കുറിച്ച് അകലെയുള്ള മിലിറ്ററി ക്യാമ്പിലേക്ക് ട്രക്ക് ഓടിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ പുൽമേടു കയറി ആ ലോഹഗൃഹത്തിന്റെ മുറ്റത്തെത്തി. ചുമരുകളും വാതിലുകളും ജാലകങ്ങളും മേൽക്കൂരയുമെല്ലാം അലൂമിനിയ തകടുകൾ കൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച കൗതുകകരമായ ഭവനം. തണുപ്പും മഞ്ഞും തടുക്കാൻ തടിച്ച ക്യാൻവാസ് സ്തംഭുകളേക്കാൾ പറ്റിയത് അലൂമിനിയം ക്യാമ്പുകളാണത്രേ. കനം കുറഞ്ഞ ഈ ലോഹത്തകിടുകൾ എളുപ്പം കെട്ടിക്കൊണ്ടു പോകാവുന്നതുമാണല്ലോ. ഞങ്ങൾ ഭവനത്തിന്റെ വരാന്തയിൽ കയറി. വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നു. പുറത്തുനിന്ന് പൂട്ടിയതാണ്. അവിടെയെങ്ങും ആരെയും കാണുന്നുമില്ല. ബദരിയിലെത്തിയാൽ ഞങ്ങളെ സ്വീകരിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതിന് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ അലൂമിനിയം ക്യാമ്പിൽ ഉണ്ടായിരിക്കുമെന്നാണ് മാർവാഡ ക്യാമ്പിലെ ബോർഡർ റോഡ് മേലധികാരികൾ ഞങ്ങളെ ധരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഒരു ജീവിയെയും കാണുന്നില്ല. എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെ മൂവരും പഴിഞ്ഞു നിന്നുപോയി. ഞങ്ങൾ ക്യാമ്പിന്റെ വരാന്തയിലെ ഒരു ബെഞ്ചിൽ ചെന്നിരുന്നു. എന്തെന്ത് സുന്ദര രംഗങ്ങളാണ് മുമ്പിൽ വിടർന്നു നിൽക്കുന്നത്. താഴെ വിശാലമായ മൈതാനം. മൈതാനത്തിനരികിലൂടെ ഹിമക്കട്ടകൾ ഉരുകിയൊലിച്ച് ഉളവായ അളകനന്ദ ഒഴുകുന്നു. അളകനന്ദയുടെ മറുകരയിലെ തകരത്തകിടുകൾ കൊണ്ട് മേൽപ്പൂര് ചാർത്തിയ ഗൃഹസമൂഹങ്ങളുടെ നടുവിൽ സ്വർണ്ണ താഴികക്കുടത്തോടുകൂടിയ ബദരി നാരായണ ക്ഷേത്രം പൊങ്ങി നിൽക്കുന്നു. ആ ബദരിപുരിയുടെ ഒരു വശത്ത് നാരായണഗിരിയാണ്. ആ മലഞ്ചെരുവിൽ ഒരൊറ്റ മരം പോലുമില്ല. ഞെരുങ്ങി വരുന്ന തൃണങ്ങൾ മാത്രമേ ഉള്ളൂ. പുല്ലുമേഞ്ഞുകൊണ്ട് കുറെ ആടുകൾ ചലിക്കുന്നു. കറുത്തതും വെളുത്തതുമായ തകിടുകൾക്കിടയിൽ അവിടെ ചലനം കൊണ്ട് മാത്രമേ ആടുകളെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അവ അടുത്തുള്ള മാനഗ്രാമത്തിലെ ബൊട്ടിയോ വർഗക്കാരുടെ ആടുകളായി. എല്ലാത്തിനുമപ്പുറം ബദരിയാപുരിയിൽ നിന്ന് കഷ്ടിച്ച് 5 മൈൽ ദൂരെ 650 അടി ഉയരത്തിൽ നീലകണ്ഠ ശൈലം തലപൊക്കി നിൽക്കുന്നു. വെള്ളിയിൽ വാർത്തെടുത്തതുപോലെയുള്ള അതിന്റെ ഹിമശകലം വെയിലേറ്റ് വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് വരാന്തയുടെ അറ്റച്ചു ചെന്ന് നിന്ന് ക്യാമ്പിന്റെ പുറകിലെ മണ്ഡപത്തിലേക്ക് ഒന്ന് കണ്ണയച്ചു. പൗരാണിക സ്മരണകളുടെ ഒരു പൂങ്കാവനമാണ്. ഋഷിവര്യന്മാരുടെയും ദർശനികാചാര്യന്മാരുടെയും സാഹിത്യ സാംസ്കാരിക കർമ്മക്ഷേത്രമായിരുന്ന ബദരികാശ്രമം. ഹലോ കൂട്ടുകാരെ, സ്വരം മാറിയല്ലേ? ഞാൻ ആദിത്യ. ഒരു ചെറിയ ഇൻട്രോ പറയാൻ വന്നതാ. അങ്ങനെ എൻ്റെ പാട്ട് മാത്രം കേട്ടാൽ മതിയോ? ഇതാ ഒരു സൂപ്പർ പാട്ടുമായി അനഘ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ധനിത പമ പദനിത പമഗരി ഗമ പദനി സരി മഗരി സനി ദ പഗരി ഗമ പ ദസരി ഗമ പ നിസരി ഗമ പക്കാല സരി ഗമ പ ധനിത പദ ധനി ഗരി നീ നിദ മഗരി സരി ഗമ രി ഗമ പ ഗമ പദ മ പദനി ഗരി രി സ സനി നിദ ദ ബഗരി രി സ സനി നിദ ദ ബഗരി രി സ സനി നിദ ദ ബഗരി സനി ദ ബ സരി ഗമ പരി ഗമ പദ ഗമ പദനി ഗരി സനി ദ രി സനി ദ ബ സനി ദ പദ രി ഗ ഗമ പദ സരി ഗമ പനി സരി ഗമ പക്കാല.
മാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കോമിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം പുത്തിനഞ്ഞി ചോട്ടിൽ മലർമുത്തുകോക്കാൻ പോകാം ആനകേറാമേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താം ഇനിയുമീ നടകളിൽ ഇളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആജ്ഞാപിച്ചു. എറണാകുളം ജില്ലയിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് 9-ാം തീയതി നടന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം 13-ാം തീയതിയായിരുന്നു. നമ്മുടെ സ്കൂളിലെ അധ്യാപകർ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാവുകയുണ്ടായി. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 8-9 തീയതികളിൽ സ്കൂളിന് അവധിയായിരുന്നു. ക്രിസ്മസ് പരീക്ഷ 15-ാം തീയതി ആരംഭിച്ച് 23-ാം തീയതി അവസാനിക്കും. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. പ്രശസ്ത ചിന്തകനായ നഥാനിയൽ ഹത്തൂൺ പറഞ്ഞിട്ടുണ്ട്, സന്തോഷം ഒരു ചിത്രശലഭമാണ്. അത് പിന്തുടരുമ്പോൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ പിടിക്കപ്പുറമായിരിക്കും. പക്ഷേ നിങ്ങൾ നിശബ്ദമായിരുന്നാൽ അത് നിങ്ങളുടെ മേൽ വന്നേക്കാം. പ്രിയ കൂട്ടുകാരെ, ജീവിതത്തിൽ ശാന്തരായിരിക്കുക. വരാനിരിക്കുന്ന നല്ല സന്തോഷങ്ങൾക്കായി കാത്തിരിക്കുക. ഞങ്ങളുടെ റേഡിയോ പ്രിയോർ ഇവിടെ പൂർണ്ണമാകുന്നു. 10Dയിലെ കൂട്ടുകാർക്കും ലിന ടീച്ചർക്കുമൊപ്പം ഞാൻ അനഘ എസ് നായർ സൈനിങ് ഔട്ട്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ.